നമ്മളിപ്പോൾ ആയിരിക്കുന്നത് നിത്യസഹായ മാതാവിൻ്റെ അത്ഭുത ചിത്രമിരിക്കുന്ന ഒരു ദേവാലയത്തിന് മുന്നിലാണ്. ഇത് റോമായിൽ ഫ്രാൻസിസ് പാപ്പയെ അടക്കം ചെയ്തിരിക്കുന്ന മരിയ മജോറെ എന്ന് പറഞ്ഞ ബസിലിക്കയുടെ തൊട്ടടുത്തുള്ള അൽഫോൺസ് ലിഗോറി എന്ന് പറഞ്ഞ റിഡംട്രിസ്റ്റ് അച്ഛന്മാരുടെ ഒരു ദേവാലയത്തിലാണ് ഈ മാതാവിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ അത്ഭുത ചിത്രമിരിക്കുന്നത്. ഈ അത്ഭുത ചിത്രത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. 1866കളിലാണ് ഇവിടെ നിന്നാണ് നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി വളരെ പോപ്പുലറാവുകയും എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുവാനായിട്ട് റിഡംട്രിസ്റ്റ് അച്ഛന്മാരെ 9-ാം പിയൂസ് പാപ്പ ഏൽപ്പിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈ അത്ഭുത ചിത്രം ലൂക്ക സുവിശേഷൻ വരച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനുശേഷം ആ ചിത്രം ഇവിടെ കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ഉണ്ണിയേശു 2 മാലാഖമാരെ കണ്ട് ഓടി മാതാവിൻ്റെ അടുക്കലേക്ക് പേടിച്ചു വരുന്ന ഒരു രംഗമാണ് ആ ചിത്രത്തിലുള്ളത്. ഓടി വരുന്ന ഈശോയുടെ കാലിൽ കിടന്ന ചെരുപ്പ് പൊട്ടി, ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിക്കിടക്കുന്നതായിട്ട് നമുക്ക് ഈ ചിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഉണ്ണീശോ കണ്ടത് 2 മാലാഖമാരെയാണ്. ഒന്ന് ഒരു കുന്തം പിടിച്ച മാലാഖയും അതുപോലെ തന്നെ മറ്റൊന്ന് കുരിശ് പിടിച്ചിരിക്കുന്ന ഒരു മാലാഖയും. ഈ മാലാഖമാരെ കണ്ടപ്പോൾ ഉണ്ണീശോ അധികമായിട്ട് പേടിക്കുകയും മാതാവിൻ്റെ അടുക്കിലേക്ക് ഓടി വരികയും ചെയ്തു എന്നാണ് അർത്ഥം. അതിൻ്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത്, ഉണ്ണീശോ കണ്ട ഈ കുരിശ് രൂപം പിന്നീട് സഹിക്കേണ്ടിയിരിക്കുന്ന പീഡാസഹനത്തെ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കുന്തം കൊണ്ടുവന്ന മാലാഖ ലാപ്പുറത്ത് കുത്തുന്ന കുന്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈശോ ഓടി വന്നപ്പോൾ പരിശുദ്ധ അമ്മ എത്രയും പെട്ടെന്ന് സഹായമരുളി എന്നുള്ള ഒരു ആത്മീയ വിശ്വാസത്തോടു കൂടിയാണ് ഈ ഭക്തി, നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി ഈ ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുകയും 9-ാം പിയൂസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ റിഡംട്രിസ്റ്റ് വൈദികർ ഇവിടെ നിന്ന് ലോകം മുഴുവൻ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്.